ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് കുറച്ച് ഓൺലൈൻ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് കാണിക്കുന്നത്. മീഷോ നൈറ്റും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ള കുറച്ചധികം പ്രൊഡക്റ്റാണ് കേട്ടോ കാണിക്കുന്നത്. അധികം റേറ്റ് ഒന്നുമില്ല, ചെറിയ റേറ്റിന്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൽ നമ്മൾ നേരത്തെ എന്താ അറിയാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ റണ്ണർ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചെരുപ്പ് അങ്ങനത്തെ നന്നായിട്ട് അഴുക്ക് പിടിച്ചതെല്ലാം നമ്മൾ പുതിയതുപോലെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു ലിക്വിഡാണ്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ മഴക്കാലത്ത് എന്തെങ്കിലും ഇങ്ങനെ ഊതുപോലെ എന്തെങ്കിലും പുകയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോൾഡറാണ്. പിന്നെ ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട്, പിന്നെ ചെറിയ മോനൊരു ബാഗ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇലക്ട്രിക് ബ്രഷ്. മീഷോന്ന് വെറും 200 രൂപേൻ്റെ താഴെ ആയിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളത് ഓൺലൈനായിട്ട് മറ്റ് സൈറ്റിലെല്ലാം നോക്കുന്നതാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ മക്കൾക്ക് ഒരു 200 രൂപ ഉണ്ടാവുമല്ലോ. ഇവിടെ മക്കളെല്ലാം കുറേ ആയി ഇലക്ട്രിക് ബ്രഷ് വാങ്ങാൻ പറയുന്നത്. പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാനങ്ങനെ വാങ്ങിച്ചിട്ടില്ല. ആ ഒരു പൂതി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് പിന്നെ യൂസ് ആക്കില്ല അത് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിൽ ഈ മീഷോയിൽ 200 രൂപ എല്ലാം കണ്ടിട്ട് അങ്ങനെ കുറച്ചധികം പ്രൊഡക്ട്സ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കാണിക്കുന്നത് ഒരു ഹോൾഡറാണ്. ഇത് നമ്മൾ ഊത് അങ്ങനത്തെ എന്തെങ്കിലും ഇങ്ങനെ പുകയ്ക്കുന്നതുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹോൾഡറാണ്. അതിൻ്റെ കൂടെ തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഫ്രാഗ്രൻസ് കോണ്. ഇത് 4 ടൈപ്പിലായിട്ടാണ് കേട്ടോ ഉള്ളത്. 4 ഫ്രാഗ്രൻസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ സാൻഡൽസ്, ലാവൻഡർ, മോഗ്ര, റോസ് അങ്ങനെ 4 ഫ്രാഗ്രൻസാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതും ഒരു 90 രൂപ ആ ഒരു റേഞ്ചേ വന്നിട്ടുള്ളൂ. ഈ ഒരു ഹോൾഡറിന് 150 രൂപേനെ താഴെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതേപോലെ നമ്മൾ ഫ്രാഗ്രൻസ് കോണ് കത്തിച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ചാൽ മതി. നമുക്ക് നല്ല സ്മെല്ല് കിട്ടും. ഒരു ഗോൾഡൻ കളർ ആയതുകൊണ്ട് പിന്നെ മീഷോ വാങ്ങിച്ചതിൽ ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ഫിറ്റഡ് ബെഡ് പ്രൊട്ടക്ടർ ആണ്. ഈ ഒരു ബെഡ് പ്രൊട്ടക്ടർ വാങ്ങിയിട്ട് ഒരു 8 മാസത്തിന് അടുത്തായിട്ടുണ്ട് കേട്ടോ. ആഫ്റ്റർ വാഷാണ് റിവ്യൂ ചെയ്യുന്നത്. ഈ ഒരു റെയിനി സീസണിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവും. റെയിനി സീസൺ അല്ലെങ്കിലും നമ്മളെ ബെഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാനും ഈ ഒരു ബെഡ് പ്രൊട്ടക്ടർ ഹെൽപ്പ് ചെയ്യും. ഇതാ ഉള്ളിലായിട്ട് ഒരു റബ്ബറിൻ്റെ ആ ഒരു മെറ്റീരിയലും മുകളിലായിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് ഈ 4 സൈഡിൽ എലാസ്റ്റിക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെഡിലേക്ക് ഈസി ആയിട്ട് ഒരു ഫിറ്റഡ് ബെഡ്ഷീറ്റ് പോലെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതിന് മുകളിലായിട്ട് നമ്മൾ സാധാ ബെഡ്ഷീറ്റ് വിരിച്ചാൽ മതി. നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. ആ ഒരു റബ്ബർ ഷീറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ഇതേപോലെ നമ്മുടെ ബെഡെല്ലാം നല്ല നീറ്റായിട്ട് ഉണ്ടാവും. പിന്നെ ഏത് തരം ബെഡ്ഷീറ്റ് വിരിച്ചാലും അങ്ങനെ നീങ്ങിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല കംഫർട്ടായിട്ട് ഉറങ്ങാൻ പറ്റും. നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ചോ. ഇത് വാട്ടർ പ്രൂഫാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ യൂറിൻ പാസ് ചെയ്താലോ അല്ലാണ്ട് അറിയാണ്ട് വെള്ളം ഒഴിച്ച് പോയാലൊന്നും ബെഡിലേക്ക് ആവില്ല. വാഷ് ചെയ്യണമെങ്കിൽ തന്നെ മെഷീനിൽ വാഷ് ചെയ്യാനും പറ്റും. ഞാൻ മെഷീനിലാണ് കേട്ടോ വാഷ് ചെയ്യാതിരിക്കുന്നത്. 400 രൂപേൻ്റെ അടുത്തായിട്ടാണ് റേഞ്ച് വന്നിട്ടുള്ളത് പ്രൈസ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിക്കോ. നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഇതും ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് 1 വർഷത്തിന് മുകളിലായി. ഇപ്പോഴും ആ ഒരു ഫിനിഷിങ് തന്നെ ഉണ്ട്. ഇതൊരു 12 ലീഫും 12 സ്റ്റെമ്മും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൽ സ്റ്റെമ്മ് ലീഫും സെപ്പറേറ്റ് ആണ്. നമുക്കൊന്നിങ്ങനെ ഫിക്സാക്കി കൊടുത്താൽ മതി. ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് ഇങ്ങനെ 2 ഷെയ്ഡിൽ വന്നതുകൊണ്ട് തന്നെ നല്ല ഒരു ഒറിജിനൽ പ്ലാന്റ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ആ ഒരു കളറും ഫിനിഷിംഗ് എല്ലാം നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ച ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് എല്ലാം നോക്കുന്നതാണെങ്കിൽ, ഇനി നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്ററൊക്കെ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചാൽ അല്ലെങ്കിൽ ഹോളിലോ അല്ലെങ്കിൽ റൂമിൻ്റെ കോർണറിലോ വെച്ചാൽ നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. മസ്റ്റായിട്ട് വാങ്ങിച്ചോ. 300 രൂപേൻ്റെ താഴെ ആയിട്ടാണ് കേട്ടോ റേഞ്ച് വന്നിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ 3 ആൺകുട്ടികളുടെ ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് ഷൂ ആണ്. വൈറ്റ് ഷൂവോ വൈറ്റ് ചെരുപ്പ്, ക്രോക്സ് അങ്ങനെ കൂടുതൽ അവർ വൈറ്റാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഞാൻ അധികം അങ്ങ് സമ്മതിക്കാറില്ല കേട്ടോ വൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നുമല്ല, വൃത്തിയാക്കാനുള്ള പാടുകൊണ്ട് തന്നെ. അപ്പോഴാണ് ഇൻസ്റ്റയിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇതേപോലത്തെ വീഡിയോ ചെയ്യുന്നവരെ കണ്ടത്. അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു ലിക്വിഡ്. 230 ആ ഒരു റേഞ്ച് വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇതിൽ പറയുന്നത് നമുക്ക് 50 പെയറോളം ഷൂ ഇങ്ങനെ നീറ്റാക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു 2 ടൈപ്പിൽ വന്നിട്ടുണ്ട്. ഒന്ന്
ഈ ബ്ലാക്ക് കളർ കാണുന്നത് ഷൂ കഴുകാനോ മറ്റേത് നമ്മുടെ ലേസ് കഴുകാനോട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് കാണിച്ചുതരാം. ഇതാണ് ഷൂ ക്ലീനിങ്ങിന് വരുന്നത്. ഇതൊരു ഫോം ടൈപ്പാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതാ ഇപ്പോഴേ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഒരു ഷൂ. അതിലേക്ക് ഞാനിതാ കുറച്ച് ഫോം ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ബ്രഷിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു ഫോമിലും ഈ ഒരു ഷൂ ഇല്ല, ഷൂവോ ചെരുപ്പോ ക്രോക്സോ അങ്ങനെ എന്താ നിങ്ങൾക്ക് ചീത്തയായത് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല ശക്തിയിൽ ഇങ്ങനെ കുറേ ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ ആ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി, കഴുകേണ്ട ആവശ്യമില്ല. എല്ലാ ടൈപ്പ് ഷൂവിനും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ലെതർ, ക്യാൻവാസ് അങ്ങനെ ഏത് ടൈപ്പ് ഷൂ ആണെന്നെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് യൂസ് ആക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഫോം. പിന്നെ സ്കൂൾ ഷൂവിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ചോ. ബ്ലാക്ക് ഷൂവിലും നമുക്ക് ജസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ കഴുകി കൊടുത്താൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ നല്ല പോളിഷ് ചെയ്യേണ്ടൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്രയും നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഇത് അധികം വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കളെ കൊണ്ട് തന്നെ നമുക്ക് ഷൂ ഒക്കെ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ എൻ്റെ മക്കൾ തന്നെയാണ് ഇപ്പം ഷൂ ഒക്കെ ക്ലീൻ ചെയ്യുന്നത്. കാരണം കുറച്ച് വെള്ളം ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. വളരെ ഈസിയാണ്. ഇത് എൻ്റെ മോൻ്റെ ഷൂ കളയാൻ വേണ്ടിയിട്ട് വെച്ച ഷൂ ആണ് കേട്ടോ. കാരണം അത്രയ്ക്കും വൃത്തികേടായിട്ടുണ്ട്. നമ്മുടെ സോപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ വെള്ളത്തിൽ കഴുകിയത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലും വന്നിട്ടുണ്ടേനു. അപ്പോൾ അധികം അവന് പിന്നെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് കുറച്ച് പുതിയതായതുകൊണ്ട് തന്നെ എനിക്ക് കളയാനും തോന്നുന്നില്ല. അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഈ ഒരു ഫോം, ഈ ലിക്വിഡ് ഫോം. അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട്. പിന്നെ അധികം വെള്ളമൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെയിലത്ത് വെച്ചപ്പോൾ പോയിട്ടുണ്ട്. ഇതിനും നല്ലൊരു സ്മെല്ലുണ്ട് ഈ ഒരു ലിക്വിഡിന്. അപ്പം ഇതാ ആ ഒരു മാറ്റം കണ്ടാൽ നിങ്ങൾ അത്രയ്ക്കും നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഷൂ എല്ലാം ഇതേപോലെ പുതിയതുപോലെ ആക്കിയിട്ടെടുക്കാം. ഇനി അടുത്തതായിട്ട് എൻ്റെ ചെറിയ മോനിക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. അവന് കുറേ ആയി പറയുന്നത് ഒരു സ്പൈഡർമാൻ്റെ ബാഗ് വേണമെന്ന്. ഇവിടെ നമ്മുടെ സ്കൂൾ ഓപ്പണിംഗ് ടൈമിൽ മൂത്തവർക്കൊക്കെ ബാഗൊക്കെ വാങ്ങുമ്പോൾ അവനിക്കും ബാഗ് വേണം, അതും സ്പൈഡർമാൻ്റെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഞാനൊന്ന് സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഏകദേശം 137 അങ്ങനെയാണ് കേട്ടോ പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് മക്കൾ ഇത്രയും ഹാപ്പി ആവുന്നെങ്കിൽ അതെന്തായാലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കാമല്ലോ. ഇതിൻ്റെ വേറെ കാർട്ടൂൺ ടൈപ്പ് അങ്ങനത്തെ ഒക്കെ ബാഗ് ഉണ്ട്. ഇപ്പം മോന് സ്പൈഡർമാന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവന് വാങ്ങിയതാണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ആ ഒരു പ്രൈസിന് ഓക്കെ ആണ്. അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്ലേ സ്കൂളോ അംഗനവാടിയിലൊക്കെ പോകുന്ന മക്കൾക്ക് എന്തായാലും ഉപകാരപ്പെടും കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ നമ്മുടെ സ്കൂളിൽ പോകുന്ന പോലെയൊക്കെ കളിക്കുന്നതുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെറിയ പൈസക്ക് നമുക്കൊരു ബാഗ് വാങ്ങിച്ചു കൊടുക്കാം. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഇതൊരു ടേബിൾ റണ്ണറാണ്. PVC ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നല്ലൊരു ഗോൾഡൻ കളറായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വീട്ടിലേക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതേപോലത്തെ ഇപ്പോഴത്തെ മോഡല് ടേബിളിനൊക്കെ നല്ലോണം സ്യൂട്ടാവും, നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതും 200 രൂപ 216 അങ്ങനെ റേഞ്ച് വന്നിട്ടുള്ളത്. അതും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തതായിട്ട് മീഷോന്ന് ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടേനു. ബ്ലാക്ക് കളറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പ്രൈസ് റേഞ്ച് ഒരു 230 രൂപ അങ്ങനെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് വർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഷോപ്പിൽ നിന്നൊന്നും നമുക്ക് ഈ ഒരു പ്രൈസിന് ഇത്രയും നല്ല ചെരുപ്പ് കിട്ടില്ല. അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ മീഷോയിൽ. അപ്പം നിങ്ങൾക്ക് ആ ഒരു ആക്ച്വൽ സൈസ് തന്നെ നിങ്ങളെ മക്കളെ സൈസ് തന്നെ ഒന്ന് എടുത്താൽ മതി. ഞാനിവിടെ 6 to 7 ആണ് കേട്ടോ എഴുതിയിട്ടുള്ളത്. ലാസ്റ്റായിട്ട് കാണിക്കുന്നത് ഒരു ഗ്ലൗസാണ്. ഇത് നമ്മൾ സാധാ ഗ്ലൗസ് അല്ല,
ഇതില്ലേ 2 ലെയറായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മേൽഭാഗത്ത് ഇതേപോലെ ഒരു റഫായിട്ടുള്ള ഒരു നമ്മൾ സ്റ്റീലിൻ്റെ ഒരു മെറ്റീരിയൽ ഇല്ലേ അങ്ങനെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് പാത്രം കഴുകാനോ അല്ലെ ബാത്റൂമിൻ്റെ ടൈൽസ് കാര്യങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് യൂസാക്കാം കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. ആ ഒരു ഉള്ളിലേക്ക് ഈ ഒരു സോപ്പിൻ്റെ വെള്ളമോ ഒട്ടും തന്നെ വെള്ളം കിടക്കില്ല. ഇതേപോലെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പാത്രം കഴുകിയിട്ട് സോപ്പ് അലർജി ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ബാത്റൂമിലെല്ലാം നമ്മുടെ ഈ ടൈൽസൊക്കെ തേക്കുമ്പോൾ അത്ര ഈ കയ്യിലാകുന്നത് ഒരു അറപ്പുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ടൈപ്പുള്ളവർക്കൊക്കെ എന്തായാലും നിങ്ങൾ വാങ്ങിച്ചോ, നല്ല യൂസ്ഫുള്ളായിരിക്കും. ഉള്ളിലൊന്നും ഒട്ടും തന്നെ വെള്ളമാകുന്നില്ല. അപ്പം ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എടുക്കാം. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.